എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്ലാഡിയേറ്റർ ഈ ഒരു സിനിമയെക്കുറിച്ച് അറിയാത്തവരൊക്കെ വളരെയധികം ചുരുക്കമായിരിക്കും. അതിൻ്റെ സെക്കൻഡ് പാർട്ടായ ഗ്ലാഡിയേറ്റർ 2 ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഞാൻ അധികമൊന്നും വലിച്ചു നീട്ടേണ്ട കാര്യമില്ല, വെറുതെ റബ്ബർ ബാൻഡ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എല്ലാവർക്കും അറിയാം ഈ ഒരു സിനിമയെക്കുറിച്ച് അത്രയും ഫാൻ ബേസുള്ളൊരു സിനിമയാണ് ഗ്ലാഡിയേറ്റർ. അതുകൊണ്ട് തന്നെ വൺ ലൈനോ വേറെയുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. നേരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിനിമയിലേക്ക് കടക്കാം. പിന്നെ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഗ്ലാഡിയേറ്റർ 1 കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതുമായിട്ട് ഈ സിനിമയ്ക്ക് കുറേ കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഫ്രഷ് ആയിട്ട് പറയുന്നത് പോലെയാണ് ഞാൻ ഈ ഒരു സിനിമയുടെ കഥ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഗ്ലാഡിയേറ്റർ 1 കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു കഥ കേട്ടിട്ട് ഗ്ലാഡിയേറ്റർ 1 കഥ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. 200 AD കഥ നടക്കുന്നത്. നുമീഡിയ എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയാണ് കാണിക്കുന്നത്. ദേ ഇവനാണ് ഹേനോ, നമ്മളുടെ നായകൻ. നായകനെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ കൊച്ചു സ്ഥലവും കാണിക്കുന്നുണ്ട്. ആടും കോഴിയും കൃഷിയൊക്കെയായി നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹേനോയുടെ ഭാര്യയെ കാണിക്കുന്നത്. അവളുടെ പേരാണ് അരിഷാറ്റ്. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ സമാധാനത്തിൽ ഒരു കിസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാഹളം അങ്ങ് മുഴങ്ങുന്നത്. യുദ്ധം വരുന്നുണ്ട്. 100 കണക്കിന് ഷിപ്പുകളാണ് ഇവരുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അതും റോമൻസിൻ്റെ കപ്പലുകൾ. ഇവരപ്പം തന്നെ പ്രിപ്പയർ ആവുന്നു. ഇതാണ് സിറ്റിയുടെ രാജാവ്. ഇവരെല്ലാവരും രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. റോമൻസിയുടെ കാല് കുത്തിയാൽ തീർത്തോളാനാണ് രാജാവ് പറയുന്നത്. അങ്ങനെ അരിഷാറ്റും ഹേനോയും ബാക്കിയുള്ള പടയാളികളും ചേർന്ന് റെഡിയാവുന്നു. നമ്മളുടെ രാജാവും ഹേനോയും തമ്മിൽ ഭയങ്കര വലിയൊരു ബോണ്ട് ഉണ്ട് കേട്ടാ. അങ്ങനെ ഈ സമയത്താണ് അരിഷാറ്റ് വന്ന് അവളുടെ മോതിരം ഹേനോക്ക് ഇട്ടുകൊടുക്കുന്നത്. ഹേനോ, നീ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ട്. ഇത് കേട്ടേക്ക് ഹേനോയുടെ മോതിരം അവൾക്ക് ഇട്ടുകൊടുക്കുന്നു. നീ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ട് ഫോർ എവർ. ഈ മോതിരമാറ്റം ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, റോമൻസിൻ്റെ ഒരു പടയാണ് ഇങ്ങോട്ട് വരുന്നത്. അവരുമായിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ സമയത്താണ് റോമൻസിൻ്റെ ജനറലായ അക്കേഷ്യസിനെ കാണിക്കുന്നത്. ഇവിടെ ഹേനോയും ടീമും പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആപ്പീസ് പൂട്ടിക്കാനാ അക്കേഷ്യസ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഹേനോയാണെങ്കിൽ പടയാളികൾക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. റോമൻസ് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ നശിച്ചിട്ടേ ഉള്ളൂ. ആഫ്രിക്കൻ നോവയിലെ അവസാന സിറ്റിയാണ് നമ്മളുടെ. ഒരിക്കലും നമ്മളത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഇവരുടെ വലിയ വലിയ പീരങ്കികൾ ഉപയോഗിച്ച് കപ്പലിന് നേരെ ഫയർ ചെയ്യുന്നു. ഇത് കണ്ടേക്ക് അക്കേഷ്യസിൻ്റെ ആർമി തിരിച്ചും ഫയർ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്തുകൊണ്ടിരിക്കുക. കപ്പലിന് വലിയ കേടുപാട് പറ്റുന്നില്ലെങ്കിലും സിറ്റിക്ക് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. അങ്ങനെ അക്കേഷ്യസ് ആർച്ചേഴ്സിനെ ഇറക്കുന്നു. ഇറക്കാന്ന് മാത്രമല്ല, ഇവന്മാരുടെ അമ്പുകൊണ്ട് സിറ്റിയിലെ കുറേ പേര് മരിക്കുന്നുണ്ട്. ഇത് കണ്ടേക്ക് ആനോയാണെങ്കിൽ അവരുടെ ആർച്ചേഴ്സിനെ ഇറക്കുന്നു. എന്നാൽ യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. കാരണം അക്കേഷ്യസിൻ്റെ ആർമിയുടെ കയ്യിൽ ഷീൽഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, ഇവന്മാരുടെ പീരങ്കി ഉപയോഗിച്ച് വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നുണ്ട് സിറ്റിയിൽ. അങ്ങനെ ഓരോ കപ്പലുകളും ഇവരുടെ സിറ്റിയുടെ ചുവരിനോട് അടുപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അടുപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അത്രയും വലിയ ചുവരിൻ്റെ മുകളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ടവറോ ഏണിയോ എന്തെങ്കിലും വേണം. എന്നാൽ ആ വക സാധനങ്ങളൊക്കെ അക്കീഷ്യസിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഷിപ്പിൻ്റെ മുകളിൽ വലിയൊരു ടവർ പൊക്കുന്നു. അതിൽ കൂടെ ചുവരിൻ്റെ അപ്പുറത്തോട്ട് കടക്കാനായിട്ട് വലിയൊരു ബ്രിഡ്ജ് ഇടുന്നു. പക്ഷെ ഹേനോയുടെ ടീംസ് ആണെങ്കിൽ അതൊക്കെ തടയുന്നുണ്ട്. പിന്നെ അക്കീഷ്യസ് ഒന്നും നോക്കിയില്ല, അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. ബ്രിഡ്ജ് റെഡിയാക്കുന്നു. ആർമിയുമായിട്ട് അകത്ത് കയറുന്നു. പിന്നെ അവിടെ മൊത്തത്തിലൊരു കെയോസാണ്. കുറേ പേരെ കൊല്ലുന്നുണ്ട് അക്കീഷ്യസ്. തിരിച്ച് ഹേനോയും കൊല്ലുന്നുണ്ട് കുറേ എണ്ണത്തിനെ. ഈ റോമൻസിന് ലോകത്തിലുള്ള എല്ലാ സിറ്റികളും പിടിച്ചെടുക്കണം, അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ ഈ സമയത്താണ് അക്കീഷ്യസിനെതിരെ ഒരമ്പ് വരുന്നത്. അതും അരിഷാറ്റിൻ്റെ അമ്പ്. പക്ഷെ അത് കൊള്ളുന്നില്ല. ഇതൊക്കെ കണ്ട അക്കീഷ്യസ് പിന്നെ വെറുതെ ഇരിക്കുമോ? അവളെ അങ്ങ് കൊല്ലാൻ പറയുന്നു. പിന്നെ പടയാളികൾ ഒന്നും നോക്കിയില്ല, അവളുടെ നെഞ്ചിലോട്ട് അമ്പിയുന്നു, കൊല്ലുന്നു. ഇതൊക്കെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് ഹേനോ. അപ്പം തന്നെ അവൻ്റെ തലക്കടിക്കുന്നു. അവൻ നേരെ വെള്ളത്തിലോട്ടും വീഴുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ സിറ്റിയില്ല, കുറേ ശവങ്ങൾ മാത്രം. അക്കൂട്ടത്തിൽ അരിഷാറ്റിൻ്റെ ബോഡിയുണ്ട്. എന്നാൽ ആ ബോഡി പിടിച്ചൊന്ന് കരയാൻ കൂടെ അക്കീഷ്യസിൻ്റെ ആൾക്കാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ സിറ്റിയിലെ ശവങ്ങളൊക്കെ കൂടെ അവരുടെ മുന്നിലിട്ടങ്ങ് കത്തിക്കുന്നു. പക്ഷെ കത്തിക്കുന്ന സമയത്ത് അക്കീഷ്യസിൻ്റെ മുഖത്താണെങ്കിൽ ഒരു യുദ്ധം ജയിച്ചതിൻ്റെ സന്തോഷമൊന്നുമില്ല. എന്തോ തെറ്റ് ചെയ്തതിൻ്റെ കുറ്റബോധമാണ് അവൻ്റെ ഫേസ് മൊത്തം. എന്നാൽ ഇതൊക്കെ കണ്ട് ഭ്രാന്തെടുത്തിരിക്കുന്നുണ്ട് ഹേനോയും അവൻ്റെ രാജാവും ബന്ദികളാക്കപ്പെട്ട ജനങ്ങളും. അങ്ങനെ അവരുടെ മേൽ റോമിൻ്റെ മുദ്ര പതിപ്പിക്കുന്നു. അതും ചുട്ടുപൊള്ളുന്ന തീ കൊണ്ടുണ്ടാക്കിയ മുദ്ര. ശേഷം കപ്പലിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത് ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല. നമ്മളുടെ രാജാവിൻ്റെ കൈയിൻ്റെ മുകളിലാണെങ്കിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് പ്ലാസ്റ്റർ ഒന്നുമില്ലല്ലോ. സോ 2 വടികൾ വെച്ച് കെട്ടുകയാണ് ഹേനോ. ഈ സമയത്ത് രാജാവ് പറയാണ്, ഹേനോ, ഇവരെങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങോട്ടാണേലും എനിക്ക് മടുത്തു.
ഹേനോ നീയായിട്ടിരിക്കണം, അതിലൊരു ചേഞ്ചും വരാൻ പാടില്ല, അതെവിടെയാണേലും. ഈ സമയത്താണ് ഹേനോ അവൻ്റെ പാസ്റ്റ് ആലോചിക്കുന്നത്. കുട്ടിയായിരുന്നപ്പോൾ അവൻ ഏതോ ഗ്രാമത്തിൽ പോയിട്ട് അഭയം പ്രാപിച്ചിരുന്നു. പക്ഷെ അങ്ങോട്ട് അവനെ തിരഞ്ഞു വരികയാണ് ഒരു കൂട്ടം റോമൻ പട. അതിനൊരു കാരണമുണ്ട്, അതെന്താന്നൊക്കെ നമുക്ക് വഴിയേ പറയാം. അങ്ങനെ ഈ ഗ്രാമത്തിലുള്ളവർ അവനെ രക്ഷപ്പെടുത്തുന്നു. പക്ഷെ ആ ഗ്രാമം മൊത്തത്തിലങ്ങ് കത്തിക്കുകയാണ് റോമൻസ്. അങ്ങനെ പാസ്റ്റ് കഴിഞ്ഞ് തിരികെ പ്രസൻറ്റിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ന്യൂമീഡിയെന്ന് തിരിച്ച കപ്പലുകൾ റോമിൻ്റെ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു രാജ്യം കണ്ടിട്ട് ഇവന്മാരാണെങ്കിൽ ആകെ അന്താളിച്ച് നിൽക്കുക. അത്രയും വലിയ വലിയ ബിൽഡിങ്സും ധാരാളം ജനങ്ങളും ഉണ്ട് അവിടെ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുമാത്രമല്ല, ജനറൽ അക്കേഷ്യസിന് വേണ്ടി ഒരു ഗംഭീര സ്വീകരണം തന്നെ ഒരുക്കിയിട്ടുണ്ട് അവിടുത്തെ രാജാക്കന്മാർ. അവിടെ 2 രാജാവുണ്ട്. അവർ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ 2 പേരും കൂടെ ഒരുമിച്ചാണ് നാട് ഭരിക്കുന്നത്. പക്ഷെ രാജാവിനേക്കാൾ ജനങ്ങൾക്കിഷ്ടം അക്കേഷ്യസിനെയാണ്. അങ്ങനെ രാജാക്കന്മാർ ഇവൻക്കൊരു കിരീടമൊക്കെ വെച്ചു കൊടുക്കുന്നു. ഇവനാണ് 1ാമത്തെ രാജാവ് ഗേറ്റ. ഇവൻ കാറക്കാല. ഈ കാറക്കാലക്കാണെങ്കിൽ ഒരു പെറ്റുണ്ട്, ഒരു കുരങ്ങൻ. ആ കുരങ്ങനെയാണെങ്കിൽ ഇവൻക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഈ 2 മെയിൻ വിനോദം എന്ന് പറയുന്നത് വയലൻസാണ്. അങ്ങനെ ഗേറ്റ പറയാണ്, അക്കേഷ്യസ് നീ ജയിച്ചു വന്നതിൻ്റെ സന്തോഷത്തിൽ കൊളാസിയത്തിൽ ഒരു ഗെയിം വെച്ചിട്ടുണ്ട്. ഈ കൊളാസിയം എന്ന് പറയുന്നത് റോമിലെ വലിയൊരു ബിൽഡിങ്ങാണ്. നിങ്ങൾ കുറേ സിനിമയിലും ഫോട്ടോസിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അക്കേഷ്യസ് പറയാണ്, എനിക്ക് വേണ്ടി അത്രയും വലിയ പരിപാടിയൊന്നും വെക്കണ്ട, എൻ്റെ ഭാര്യയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയാൽ മതി. അതൊക്കെ തരാ, പക്ഷെ നിനക്കിനിയും ഞങ്ങൾക്ക് വേണ്ടി കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനുണ്ട്. അതിൽ പെട്ടതാ ഇന്ത്യ, പേർഷ്യ. ഇതൊക്കെ കേട്ടിട്ട് ഭ്രാന്തെടുത്തിരിക്കുന്നുണ്ട് അക്കേഷ്യസിന്. പുള്ളിക്കാരന് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഇത്രയും പേരെ കൊന്നൊടുക്കുന്നതും രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതും. രാജാക്കന്മാർ പറയുന്നു, പുള്ളിക്കാരൻ അനുസരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഹാനോയും ടീംസിനെ കൊണ്ടുപോകുന്നത് ചെറിയൊരു അറീനയിലോട്ടാ, അതും കൈയൊക്കെ ചെയിൻ ചെയ്ത് വെച്ചിട്ട്. അങ്ങനെ ഈ അറീനയിൽ നടക്കുന്ന ഗെയിം കാണാനായി മാസ്റ്റേഴ്സ് ഓഫ് ഗ്ലാഡിയേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന മാക്രനസ് വരുന്നു. ഈ ഗ്ലാഡിയേറ്റേഴ്സ് എന്താണെന്നൊക്കെ അറിയാത്തവർക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ ഈ അറീനയിൽ ഗെയിം തുടങ്ങാൻ സമയമായി. അതിൻ്റെ ഭാഗമായിട്ട് ഹാനോയും ടീംസിനെയും അകത്ത് കയറ്റുന്നു. ഇവരെ നേരിടാൻ വരുന്നത് ചോര മാത്രം കണ്ടു ശീലിച്ച, കുറേ ദിവസമായിട്ട് ആഹാരം പോലും കഴിക്കാത്ത കൂർത്ത പല്ലുകളുള്ള കുരങ്ങന്മാരെയാണ്. അതും വ്യത്യസ്ത രൂപമുള്ള കുരങ്ങന്മാർ. എല്ലാത്തിനെയും കഴിച്ചു വിടുന്നു. നമ്മളുടെ ഹേനോടെ രാജാവിനാണെങ്കിൽ ഓൾറെഡി മടുത്തിട്ടിരിക്കേ. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ച് അനങ്ങാണ്ടങ്ങ് ഇരിക്കുന്നുണ്ട് അങ്ങേര്. ഈ സമയത്ത് ഈ കുരങ്ങന്മാരെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവരെ വേദനിപ്പിക്കുന്നു. പിന്നെ കുരങ്ങന്മാർ വെറുതെ ഇരിക്കുമോ? ആ ഒരു ദേഷ്യം നമ്മളുടെ രാജാവിൻ്റെ കഴുത്തിലങ്ങ് തീർക്കുന്നുണ്ട്. സോ രാജാവ് മരിച്ചു. ഇത് കണ്ടേക്ക് ആ കുരങ്ങനെ നേരിടാൻ പോവുകയാണ് ഹേനോ. അവൻ്റെ കയ്യിലെ ആ ചങ്ങല കൊണ്ട് കുരങ്ങനെ തടയുന്നു, എടുത്തെറിയുന്നു. ആ ഒരു ഏറിൽ അതിൻ്റെ പല്ലടക്കം തെറിച്ച് പോകുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അത് പിന്നെയും വരുന്നു. അവൻ്റെ ഫേസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. കുരങ്ങിന് ഇങ്ങോട്ട് കടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വലിയൊരു കടി തന്നെ കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഹേനോ. ഇത് കണ്ടിട്ട് ഹേനോയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് നമ്മളുടെ മാക്രിനസ്. അവനെ ഞാൻ വാങ്ങിച്ചോളാന്നാണ് അങ്ങേര് പറയുന്നത്. അത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ഇവൻ്റെ കാര്യത്തിൽ. ജനങ്ങളാണെങ്കിൽ ഈ വക മത്സരം കണ്ടിട്ട് അർമാദിച്ചുകൊണ്ടിരിക്കേ. അങ്ങനെ കുരങ്ങന്മാർ പിന്നെയും വരുന്നു. അങ്ങനെ ആ കുരങ്ങൻ്റെ കഴുത്തിൽ ആ ചങ്ങല കുടുക്കി കൊല്ലുകയാണ് ഹേനോ. ഇതേ സമയം അക്കീഷ്യസ് ആണെങ്കിൽ അവൻ്റെ വൈഫിനെ കാണാൻ പോകുന്നു. അവളുടെ പേരാണ് ലുസീല. ഈ ലുസീല 16 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, മാർക്കസ്. ആ മാർക്കസിൻ്റെ മകളാണ് ലുസീല. അതുമാത്രമല്ല, ഇപ്പറഞ്ഞ മാർക്കസ് രാജാവിന് ഒരു ഡ്രീം ഉണ്ടായിരുന്നു, ഇവിടെയുള്ള ജനങ്ങൾക്ക് നല്ലൊരു റോം സമ്മാനിക്കുക. എന്നാൽ ഇപ്പോഴുള്ള ട്വിൻ രാജാക്കന്മാർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് രാജാവിനേക്കാൾ അക്കേഷ്യസിനോട് ഇഷ്ടം തോന്നുന്നത്. ഇനി മറ്റൊരു കാര്യം, അക്കേഷ്യസിന് മുമ്പ് ഇവൾക്ക് മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, മാക്സിമസ്. അവനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഗ്ലാഡിയേറ്റർ 1 മൊത്തത്തിൽ അങ്ങ് പറയേണ്ടി വരും. കാരണം അത് വേറെ ലെവൽ മനുഷ്യനാ. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മളുടെ ഹേനോയും ടീംസിനെ മാക്രനസ് വാങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവന്മാരെ മാക്രനസിൻ്റെ സ്ഥലത്തോട്ട് കൊണ്ടുവരുന്നു. ഈ സമയത്ത് മാക്രനസിൻ്റെ ശിഷ്യനായ വിഗോ വരുന്നു. ഇവരുടെ പല്ലും മസിലൊക്കെ ചെക്ക് ചെയ്യുന്നു. പക്ഷെ നമ്മളുടെ ഹേനോയെ ചെക്ക് ചെയ്യാൻ ഇവൻ വരുന്നില്ലാട്ടാ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവനെക്കൊണ്ട് എന്ത് പറ്റും എന്നുള്ളത് വിഗോക്ക് അറീനയിൽ വെച്ച് മനസ്സിലായതാ. അങ്ങനെ വിഗോ പറയാണ്, അറീന ഒരു സേക്രഡ് ടെമ്പിളാണ്. അവിടെ ഫൈറ്റ് ചെയ്യുന്ന അടിമകൾ ഗ്ലാഡിയേറ്ററായിട്ട് മാറും. ഗ്ലാഡിയേറ്ററിൽ നിന്നും ഫ്രീ മാൻ ആവാം. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം മാക്രനസിൻ്റെ വക എല്ലാവർക്കും ഫുഡ്. ഈ മാക്രനസിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ അടിമകളെ വാങ്ങിക്കുക, അറീനയിൽ ഇറക്കുക, ഫൈറ്റ് ചെയ്യിക്കുക. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നവർക്ക് പറയുന്ന പേരാണ് ഗ്ലാഡിയേറ്റേഴ്സ്. സോ അതുകൊണ്ടാണ് മാക്രനസിനെ മാസ്റ്റർ ഓഫ് ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന അടിമകളെ മാക്രനസിന് മുന്നിൽ ഹാജരാക്കുന്നു. മാക്രനസ് അപ്പം തന്നെ വിളിക്കുന്ന ഹേനോനെയാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. ഇവൻ്റെ പെർഫോമൻസ് കണ്ട് ഓൾറെഡി ഞെട്ടിയിരിക്കുക മാക്രനസ്. ഹേനോ, നിൻ്റെ ഭാഷ ഏതാ? എനിക്ക് ഒരുവിധം ഭാഷകളൊക്കെ അറിയാം. ഇത് കേട്ടിട്ട് ഹേനോയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല.
നീ ഊമയാണോ അതോ ഒന്നും മിണ്ടാത്തതാണോ? വേണ്ട, പറയണ്ട. ഇവിടെ എല്ലാവർക്കും ഒരൊറ്റ ഭാഷ മാത്രമേ ഉള്ളൂ, വയലൻസ് എന്നും പറഞ്ഞ് വിഗോയുമായിട്ട് പോരടിക്കാൻ പറയുന്നു. ഈ വിഗോ കാണുന്ന പോലെയൊന്നും അല്ലാട്ടാ, ഗംഭീര ഫൈറ്ററാ. അങ്ങനെ വിഗോ വരുന്നു, ഹേനോക്കിട്ട് 4 എണ്ണങ്ങ് കൊടുക്കുന്നു. ആദ്യം കുറെ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഹേനോ തിരിച്ചങ്ങോട്ടും കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞ ഹേനോക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്നുള്ളത് മാക്രനസിന് മനസ്സിലായി തുടങ്ങി. അങ്ങനെ ഫൈറ്റൊക്കെ മതിയാക്കി ഹേനോയെ അകത്തോട്ട് വിളിക്കുന്നു മാക്രനസ്. ഹേനോ, ഗ്ലാഡിയേറ്ററിനെ ചൂസ് ചെയ്യുന്നത് ഒരു ആർട്ടാണ്. ചിലരത് ചൂസ് ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് കാരണമാണ്, ചിലർ ശക്തി കണ്ടിട്ട്. എന്നാൽ ഞാൻ ചൂസ് ചെയ്യുന്നത് നിൻ്റെയൊക്കെ ഉള്ളിലുള്ള റേജ് കണ്ടിട്ടാണ്. ഗെയിം കാണാൻ വരുന്ന ക്രൗഡിനിഷ്ടം ചോരയാണ്. സോ ചോരയെ സ്നേഹിക്കുന്ന ആൾക്കാർ റിങ്ങിലിറങ്ങിയാലേ അതിലൊരു രസമുള്ളൂ. നിന്നെ ഞാൻ അറീനയിൽ ഇറക്കും. ഒന്നില്ലെങ്കിൽ നീ ഫൈറ്റ് ചെയ്ത് ചാവും, അല്ലെങ്കിൽ രക്ഷപ്പെടും. ഇതിന് പകരമായിട്ട് ആരുടെ തലയാ നിനക്ക് വേണ്ടത്? ഇത് കേട്ടേക്ക് അവൻ ചോദിക്കുന്നത് ജനറൽ അക്കേഷ്യസിന്റെ തലയാണ്. ഓക്കെ, നീ എനിക്ക് വേണ്ടി പണിയെടുത്ത അവന്റെ തല നിനക്കുള്ളതാ. മറിച്ച് എന്നെ എങ്ങാനും നീ ധിക്കരിച്ച ബാക്കി എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതേ സമയം തന്നെ അക്കേഷ്യസിനെയും വൈഫിനെയും കാണിക്കുന്നുണ്ട്. ലുസീല, എനിക്ക് മടുത്തു. എത്ര പേരെയാണെന്നറിയോ ഞാൻ കൊന്നൊടുക്കുന്നത്? എൻ്റെ ക്ഷമ കെട്ട് തുടങ്ങിയിട്ടുണ്ട്. അക്കീഷ്യസ്, നിന്റെ ആർമി എന്നാ ഇങ്ങോട്ടെത്തുന്നത്? 10 ദിവസം. അവരുടെ കൂട്ടത്തിൽ എത്ര പേര് നിന്നോട് ലോയലായിട്ടുള്ളുണ്ട്? എല്ലാവരും. എൻ്റെ അച്ഛൻ്റെ സ്വപ്നം പൂർത്തീകരിക്കണമെങ്കിൽ ആദ്യം റോമിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം. സോ ഇങ്ങനെയൊക്കെ ഇവർ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ലുസീലയും അക്കീഷ്യസും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മളുടെ മാക്രനസിനെ വലിയൊരു വിരുന്നിന് വിളിച്ചിട്ടുണ്ട് നമ്മളുടെ രാജാവ്. വിരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ വൻ സീന് വിരുന്ന. അവിടുത്തെ ഫുഡൊക്കെ കണ്ടാൽ പേടിച്ചു പോവും. വലിയ കാണ്ടാമൃഗത്തിൻ്റെ തലയൊക്കെയാണ് അവിടുത്തെ ഫുഡ്. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങോട്ട് നമ്മളുടെ മാക്രനസ് ഹേനോയും കൊണ്ടുവന്നിട്ടുണ്ട്. വിഗോ, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? നിനക്കത് വഴിയേ മനസ്സിലാവും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഹേനോക്ക് മനസ്സിലായി ഇവനെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഇവിടെയുള്ള 2 രാജാക്കന്മാരെയും ഒന്ന് രസിപ്പിക്കുക, അവരുടെ അർമാദത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് ത്രാക്സ് എന്നവൻ്റെ അടിമയെയും പിന്നെ നമ്മളുടെ മാർക്കസിൻ്റെ അടിമയായ ഹേനോനെയും കൊണ്ടുവരുന്നു. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റാണ് വെച്ചിട്ടുള്ള പന്തയം. പക്ഷെ വാളുകൊണ്ട് ഫൈറ്റ് ചെയ്യാനാണ് കാറക്കാല പറയുന്നത്. ഹേനോ അപ്പം തന്നെ തല്ല് കൂടാൻ വന്നവനോട് പറയുകയാണ്, ബ്രദർ, ഇവന്മാരുടെ അർമാദത്തിന് വേണ്ടി നമ്മൾ തമ്മിലടിക്കരുത്, അത് ശരിയല്ല. പക്ഷെ ഇതൊന്നും കേൾക്കാൻ അങ്ങേർക്ക് നേരമില്ല. ഫൈറ്റ് അങ്ങ് തുടങ്ങി. ഇങ്ങേരാണെങ്കിൽ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഹേനോടെ കയ്യിൽ നിന്ന് വാളൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഹേനോ. പക്ഷെ അഡ്ജസ്റ്റ്മെൻറ്റ് കിടിലൻ ഫൈറ്റായിട്ട് അങ്ങ് മാറുകയാണ്. അങ്ങനെ ഹേനോ വാളെടുക്കുന്നു, അവൻ്റെ വയറ്റിലോട്ട് അങ്ങ് കുത്തി ഇറക്കുന്നു. സോ അങ്ങേര് മരിച്ചു. ഇത് കണ്ടിട്ട് ഇംപ്രസ് ആയിട്ടിരിക്കുകയാണ് 2 രാജാക്കന്മാരും. നീ എവിടുന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗേറ്റ. പക്ഷെ ഹേനോ ഒന്നും മിണ്ടുന്നില്ല. ഇത് കണ്ടേക്ക് ഭ്രാന്ത് പിടിച്ച ഗേറ്റ അവൻ്റെ ഭടന്മാരെ മുന്നിലോട്ട് വിളിക്കുന്നുണ്ട് കൊല്ലാനായിട്ട്. ഈ സമയത്ത് മാക്രനസ് ആണെങ്കിൽ ഇത് പരമാവധി ഒഴിവാക്കാനാണ് നോക്കുന്നത്. അങ്ങനെ ഹേനോ സംസാരത്തിന് പകരമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് കവിത അങ്ങ് ചൊല്ലുന്നു. ഈ ഒരു പാട്ട് കേട്ടിട്ട് രാജാക്കന്മാരാണെങ്കിൽ ഒന്നുകൂടി ഇംപ്രസ് ആവുന്നു. സോ വരാൻ പോകുന്ന ഗെയിം ഷോയിൽ ഇവനെ ഇറക്കാനാണ് മാക്രനസിനോട് പറയുന്നത്. പക്ഷെ മാക്രനസ് ആണെങ്കിൽ അതൊന്നുമല്ല കൂടുതലായിട്ട് മൈൻഡ് ചെയ്യുന്നത്. ഇവൻ പാടിയ കവിത അവൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് മാക്രനസ്. പക്ഷെ പല നുണകളും പറഞ്ഞ് ഹേനോ അതിന്ന് സ്ലിപ്പായി പോകുന്നു. ഇതേ സമയം ലുസീല ഒരു സീക്രട്ട് അറയിലോട്ട് പോകുന്നു. അവിടെയാണെങ്കിൽ കുറേ മന്ത്രിമാരും അക്കീഷ്യസും ഉണ്ട്. അതുമാത്രമല്ല നമ്മുടെ ത്രാക്സും ഉണ്ട്. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മാർക്കസ് രാജാവിൻ്റെ ഡ്രീമിനെ സത്യമാക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് അക്കീഷ്യസ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്ന ഗ്ലാഡിയേറ്റർ ഗെയിം ഷോയുടെ അവസാന ദിവസം അക്കീഷ്യസിൻ്റെ 5000-ഓളം വരുന്ന സോൾജേഴ്സിൻ്റെ സഹായത്തോടെ ട്വിൻ രാജാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക. ശേഷം റോം ലൂസിലയ്ക്ക് വേണ്ടി പിടിച്ചെടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ റോം പിന്നെ സേഫാണ്. ഇതേ സമയം ഹേനോയും ടീംസിനെയും ഗെയിം ഷോയുടെ ഭാഗമായിട്ട് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് സിറ്റിയുടെ ഗേറ്റ് വേ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ചെന്നായുടെയും 2 ട്വിൻസിൻ്റെയും പ്രതിമ. ഇതെന്താ സംഭവം എന്നൊക്കെ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹേനോ പറയാണ്, പുറന്തള്ളപ്പെട്ടവരാ ട്വിൻ രാജാക്കന്മാർ, ഏതോ കുന്നിൻ്റെ മുകളിൽ കൊല്ലാൻ ഇട്ടുകൊടുത്തു അവരെ. ആ സമയത്ത് ആ ചെന്നായിയാണ് അവരെ കണ്ടെത്തുന്നതും അവർക്ക് പാല് കൊടുത്ത് സംരക്ഷിക്കുന്നതും. ചുരുക്കി പറഞ്ഞ അവരെ റേസ് ചെയ്തത് ഒരു മൃഗമാണ്. അതവരുടെ ചോരയിലുണ്ട്. നിനക്കെങ്ങനെയാ ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ അറിയാം? ഈ സിറ്റി നശിച്ചു കിടക്കുന്ന ഒന്നാ എന്ന് മാത്രമാണ് അതിൻ്റെ ഉത്തരമായിട്ട് ഹേനോ പറയുന്നത്. ഇതേ സമയം കുറേ ജനങ്ങളാണെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹേനോയും ടീംസും കൊളാസിയത്തിലെത്തി. ഇവിടെ വെച്ചിട്ടാണ് ഈ ഗെയിം നടക്കുന്നത്. ന്യൂമീഡിയക്കെതിരെ ഉണ്ടായിരുന്ന വാറിൽ റോം ജയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗെയിം ഷോ വെച്ചിട്ടുള്ളത്. ധാരാളം ജനങ്ങളാണ് ഇത് കാണാനായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ട്വിൻസ് എത്തി. അവർക്ക് പിന്നാലെ ലുസീലയും അക്കീഷ്യസും. അക്കീഷ്യസ് വരുമ്പോൾ തന്നെ ജനങ്ങളൊക്കെ കൂടെ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയെ. എന്നാൽ അതേസമയം മറഞ്ഞിരുന്നവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയെ ഹേനോ.
അത്രയും പകിയുണ്ടവന്. അവൻ്റെ ഭാര്യയായ അരിഷാറ്റ്, രാജാവ്, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് ഹാനോ പക വീട്ടിയിരിക്കും. അങ്ങനെ കൊളാസിയത്തിലോട്ട് ഹാനോയും ടീംസും കയറി. ഈ സമയത്ത് ഹാനോ ലുസീലയുടെ മുഖത്തോട്ടൊന്ന് നോക്കുന്നുണ്ട്. അതും വല്ലാത്തൊരു നോട്ടം. അവൻക്ക് ഓൾറെഡി അറിയുന്ന പോലെയാണ് ലുസീലയുടെ മുഖത്തോട്ടൊന്ന് നോക്കുന്നത്. ആ മുഖം കണ്ടിട്ട് ലുസീലക്കും ചെറുതായിട്ട് ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ഇവന്റെ നോട്ടം കണ്ടിട്ട് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് മാക്കർനെസിന്. അങ്ങനെ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്നത് അൺഡിഫീറ്റഡ് ചാമ്പ്യനായ ഗ്ലാസിയോ ദി ഡിസ്ട്രോയർ ആണ്. ഇങ്ങേര് വരുന്നതാണേലോ ഒരു യമണ്ടൻ കാണ്ടാമൃഗത്തിന്റെ മേളിൽ കയറിയിട്ട്. ഇതൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ് ഹാനോയും ടീംസും. അങ്ങനെ ഹാനോ പറയാണ്, ആ കാണ്ടാമൃഗം തൊട്ടടുത്ത് എത്തുന്നവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അടുത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മാറിക്കളയണം. എന്നാൽ മാത്രമേ നമുക്കിതിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സമയത്ത് കൂട്ടത്തിൽ ഒരുത്തൻ പറയാണ്, എനിക്കിതിനൊന്നും പറ്റില്ല. അങ്ങനെ കാണ്ടാമൃഗം അടുത്തെത്തി. ഹാനോ പറഞ്ഞതുപോലെ ആദ്യം എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം നേരത്തെ എതിർത്തവനുണ്ടല്ലോ, അവൻ പിന്നെ എതിർക്കുന്നു. അതിന്റെ ഫലമായിട്ട് അവൻക്ക് കിട്ടുന്നത് കാണ്ടാമൃഗത്തിന്റെ കൊമ്പ. സോ അങ്ങേര് മരിച്ചു. ഈ മരണം കണ്ടിട്ട് കാരിക്കാലയാണെങ്കിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കേ. അങ്ങനെ ഈ സമയത്ത് ഹാനോ അവന്റെ വാള് നിലത്ത് കുത്തിവെച്ച് അവിടുത്തെ മണ്ണെടുക്കുന്നു. ഈ ഒരു ശൈലി കണ്ടിട്ട് ലുസീലക്കാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ കാണ്ടാമൃഗം അവന്റെ നേർക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ഹാനോ എടുത്തു വെച്ച മണ്ണ് അങ്ങ് വെതറുന്നു, പൊടിയാക്കുന്നു. എന്നിട്ട് അങ്ങ് മാറിക്കളയുന്നു. ആ പൊടിയിൽ കണ്ണ് കാണാൻ പറ്റാത്ത കാണ്ടാമൃഗം ചുവരിലായിട്ട് അങ്ങ് ചെന്നിടിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ മേളിലിരുന്ന് ഫൈറ്റ് ചെയ്യുന്ന ചെങ്ങായിക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് ചുവരിലായിട്ട് അങ്ങ് കുടുങ്ങിയിരിക്കുക. സോ ഇനി ചെങ്ങായി മാത്രമേ ഉള്ളൂ, കാണ്ടാമൃഗമില്ല. അങ്ങനെ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാക്കന്മാർക്ക് ഒരു കാര്യം അങ്ങ് ഓർമ്മ വരുന്നത്. അല്ല, ഇതാ മറ്റവനല്ലേ വിരുന്നിന് ഫൈറ്റ് ചെയ്ത് കവിതയൊക്കെ പാടിയവൻ എന്നും പറഞ്ഞ പോയത്തിന്റെ ഒന്നാമത്തെ ലൈൻ അങ്ങ് പാടുന്നുണ്ട് കേറ്റ. പക്ഷെ രണ്ടാമത്തെ ലൈൻ അവനക്ക് കിട്ടുന്നില്ല. അതങ്ങ് മുഴുവനാക്കി പാടിക്കൊടുക്കുകയാണ് ലുസീല. ആർക്കും അറിയാത്ത പോയം അവൾക്കും അറിയാം, ഹാനോക്കും അറിയാം. ഇതൊക്കെ കണ്ട് പല ഡൗട്ടുകൾ അടിക്കുന്നുണ്ട് മാക്കർനെസിന്. ഇതേ സമയം ഫൈറ്റ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഹാനോക്കാണെങ്കിൽ നല്ലവണ്ണം അടി കിട്ടുന്നു. അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടെ മേഴ്സി കാണിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കണ്ടേക്ക് മേഴ്സി കാണിക്കാനാണ് ഗേറ്റ പറയുന്നത്. നിന്റെയൊക്കെ മേഴ്സിയേക്കാൾ ഭേദം ചാവുന്നതാ എന്നും പറഞ്ഞ് എണീറ്റ് നിന്നങ്ങ് പോരാടുന്നുണ്ട് നമ്മളുടെ ഹാനോ. അങ്ങനെ അങ്ങേരുടെ തലയങ്ങ് അറക്കുകയാണ് അവൻ. ജനങ്ങളെല്ലാവരും കൂടെ ഹാനോ ഹാനോ എന്നും പറഞ്ഞ് ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ള അടിമകളും. പക്ഷെ മാക്കർനെസിന്റെ മനസ്സിൽ ആ ഒരു കവിത മാത്രമാണുള്ളത്. അങ്ങനെ അറീനയിലെ ഫൈറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ലുസീല അവളുടെ റൂമിലോട്ട് വേഗം പോകുന്നുണ്ട്. ആ റൂമിലെ ചുവരിലുണ്ട് അവൻ പാടിയ പോയം. ലുസീലക്കും ഹാനോക്കും മാത്രം അറിയുന്ന കവിത. പിന്നെ ഹാനോയുടെ മണ്ണുകൊണ്ടുള്ള പ്രയോഗം. അത് സത്യത്തിൽ ലുസീലയുടെ ലവറായിരുന്ന മാക്സിമസ് എന്ന ഗ്ലാഡിയേറ്ററിന്റെ ശൈലിയാണ്. ഇതൊക്കെ കൂടെ കണക്റ്റാക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി അത് അവളുടെ മകനാണെന്ന്. 16 വർഷങ്ങൾക്ക് മുമ്പ് മാക്സിമസ് കൊല്ലപ്പെട്ടു. ആ ഒരു ത്രോണിന് വേണ്ടി കുറേ പേര് രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. രാജാവിന്റെ മകളായ ലുസീലയുടെ മകനാണ് ത്രോണിന്റെ യഥാർത്ഥ അവകാശി. സോ ഈ ഒരു ത്രോണിന്റെ പേരിൽ മാക്സിമസ് മരിച്ചു. പക്ഷെ മരിക്കുന്ന സമയത്ത് അങ്ങേര് ചോദിച്ചിരുന്നത് ലൂസിയസിനെ സേഫാക്കാനാ. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ലൂസിയസിനെ തന്റെ അമ്മയായ ലുസീല നാട് കടത്തി, റോമിന്റെ സേഫ്റ്റിക്കും തന്റെ മകന്റെ സേഫ്റ്റിക്കും. അങ്ങനെ മകൻ ലൂസിയസ് മറ്റേ ഗ്രാമത്തിലെത്തി. ആ ഗ്രാമം റോമിത്തെ ആൾക്കാർ കത്തിക്കുകയും ചെയ്തു. അവിടുന്ന് നേരെ ആഫ്രിക്കയിലോട്ടും കയറി. പിന്നീട് ലുസീല ലൂസിയസിനെ കണ്ടിട്ടില്ല. ആ ലൂസിയസ് ആണ് നമ്മളുടെ ഹാനോ. സോ ത്രോണിന്റെ യഥാർത്ഥ അവകാശിയാണ് അടിമയായ ഗ്ലാഡിയേറ്റർ. ലുസീലയാണെങ്കിൽ ലൂസിയസിന് കൊടുത്ത വാക്കായിരുന്നു മകന്റെ അടുത്തോട്ട് എത്തും എന്നുള്ളത്. പക്ഷേ അവരെത്തിയില്ല. അതുകൊണ്ടാണ് ഹാനോ തൻ്റെ അമ്മയെ കണ്ടിട്ടും കാണാത്തതുപോലെ നിൽക്കുന്നത്. ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നതും അതുകൊണ്ടാണ്. സോ നമ്മളുടെ ഹാനോയെ നമ്മൾ ഇനി വിളിക്കാൻ പോകുന്നത് ലൂസിയസ് എന്നാ. ഇതേ സമയം ലൂസിയസിന് മരുന്ന് വെച്ച് കൊടുക്കുകയാണ് രാവി എന്ന വാരണാസി ഡോക്ടർ. ഇങ്ങേര് പണ്ട് കാലത്ത് ഗ്ലാഡിയേറ്റർ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഡോക്ടറാണ്. അങ്ങനെ ഇങ്ങേര് മരുന്ന് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു കോട്ട് പറയുന്നുണ്ട്, നാം ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിത്യതയിൽ പ്രതിധ്വനിക്കുന്നു. ഇത് കേട്ടേക്ക് ലൂസിയസ് ആണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കേ. കാരണം വേറൊന്നുമില്ല, ഈ കോട്ട് മാക്സിമസ് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ട് മാക്കർനെസ് വരുന്നത്. ഇങ്ങേരിവൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കേ. പക്ഷെ മാക്കർനെസ് പുകഴ്ത്തലൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് ലുസീലേനെ കാണാനാ. പക്ഷെ അങ്ങേരെ വിളിച്ചിരിക്കുന്നത് ലുസീല തന്നെയാണ്. അങ്ങനെ ഇവനെ കണ്ടപാട് ലുസീല ചോദിക്കുകയാണ്, മാക്കർനെസ്, നിങ്ങൾക്ക് ഈ ഗ്ലാഡിയേറ്റർമാർ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആസ് യൂഷ്വൽ യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പ്രിസണേഴ്സാണ് ഇവർ. അല്ല, ചോദിക്കാൻ കാരണം എന്താ? അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, ചെറുതായിട്ട് മാക്കർനെസ്സിനും ഡൗട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മാക്കർനെസ് ഒരുത്തനെ വിളിച്ചു വരുത്തി അവന് കള്ളും കൊടുത്ത് പല ഡീറ്റെയിൽസ് എടുക്കുന്നു. അല്ലടോ, ഈ ലുസിയിലേക്ക് ഒരു മകൻ ഉണ്ടായിരുന്നില്ലേ, അവനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പണ്ട് കാലത്ത് ചെക്കൻ ഇവിടുന്ന് നാട് കടത്തിയതല്ലേ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. പ്രത്യക്ഷത്തിൽ ഈ പറയുന്ന മകനായ ലൂസിയസ് വേറസ് എന്നാളുടെ മകനാ. പക്ഷെ അങ്ങേരതാവാൻ യാതൊരു സാധ്യതയില്ല. പുള്ളിക്കാരന് ഈ പെമ്പിള്ളേരോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല.
പിന്നെ റൂമേഴ്സായിട്ട് പല കഥകളുമുണ്ട്. എന്തായാലും ഒന്നുറപ്പാ, ത്രോണിന്റെ യഥാർത്ഥ അവകാശി ആ ചെക്കനായിരുന്നു. ഈ സമയത്ത് മാക്രിനസ് ലൂസിയസ് പോയ വർഷവും ഈ വർഷവും ഒക്കെ കൂടെ കണക്റ്റാക്കി നോക്കുമ്പോൾ നമ്മളുടെ ഹേനോ അഥവാ ലൂസിയസിന് കാണാതെ പോയ ലൂസിയസിന്റെ അതേ പ്രായമായിരിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു. അങ്ങനെ അന്ന് രാത്രി ലുസീല രാവിയുടെയും പിന്നെ അവളുടെ കൂടെ നിൽക്കുന്ന മന്ത്രിമാരുടെയും സഹായത്തോടെ ലൂസിയസിനെ കാണാൻ പോകുന്നു. പക്ഷെ ലൂസിയസ് ആണെങ്കിൽ അവളെ തള്ളിപ്പറയുന്നു. കാരണം അത്രയും വർഷം അവൻ ഒറ്റക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ അന്വേഷിച്ചു വന്ന ഏത് മകനെ അക്സെപ്റ്റ് ചെയ്യാനാ? ഞാൻ നിങ്ങളുടെ മകനല്ല, നിങ്ങളുടെ മകൻ മരിച്ചു. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൈകൊണ്ടാ എൻ്റെ വൈഫ് അരിഷാറ്റ് മരിച്ച്. അതും പോരാഞ്ഞിട്ട് ഇപ്പോഴും കൊളാസിയത്തിലെ ഗെയിം കണ്ടിട്ട് നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ലൂസിയസ്, നിനക്ക് നിന്റെ അമ്മയുടെ സ്നേഹം വേണ്ടായിരിക്കും, പക്ഷെ നിന്റെ അച്ഛനായ മാക്സിമസിന്റെ സ്ട്രെങ്ത് നിനക്കുണ്ടാവണം. അങ്ങേര് മരിക്കുമ്പോൾ പോലും നിന്റെ പേരാ പറഞ്ഞിരുന്നത്. ഇതും കൂടെ കേട്ടപ്പോൾ ലൂസിയസിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അവൻ അപ്പം തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. അങ്ങനെ ലുസീല ലൂസിയസിനെ കുറിച്ച് അക്കീഷ്യസിനോട് പറയുന്നു. അക്കീഷ്യസ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാ. ഈ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത്. അത് മാത്രമല്ല, അതെല്ലാം അവസാനിപ്പിക്കാനാ ഗെയിമിന്റെ ലാസ്റ്റ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ സമയത്ത് അക്കീഷ്യസ് പറയാണ്, ലുസീല, നാളെ ഗെയിമിന്റെ 3rd ഡേയാ. നാളത്തെ ഗെയിമിൽ സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. നീ എങ്ങനെയെങ്കിലും അവനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ലുസീലയാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കേ. പക്ഷെ അവൻക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതേ സമയം 3rd ഗെയിമിന് വേണ്ടി ഫുൾ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലൂസിയസും കൂട്ടരും. അതും കപ്പൽ ഓടിക്കുന്ന പ്രാക്ടീസ്. കൊളാസിയത്തിനകത്ത് കപ്പലോ, എന്ത് വെറൈറ്റിയാണാവോ 3ാമത്തെ ഗെയിം. അങ്ങനെ ഈ സമയത്ത് വിഗോയാണെങ്കിൽ ലൂസിയസിനെ കൊണ്ട് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അതും രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഈ വലിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിനാണെങ്കിൽ ഒടുക്കത്തെ വെയിറ്റാ, ഒറ്റയ്ക്കൊന്നും താങ്ങത്തില്ല. അങ്ങനെ കുറെ നേരം വലിച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുന്നു. ആ സമയത്ത് അവന്റെ കൈക്കൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുകയാണ് രാവി. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആവുന്നു. അത് മാത്രമല്ല, തന്റെ മുത്തശ്ശന്റെ ഡ്രീമായ റോമിന്റെ നല്ല കാലത്തെക്കുറിച്ച് ലൂസിയസ് അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് 3ാമത്തെ ഗെയിം. കൊളാസിയത്തിൽ ഫുള്ള് വെള്ളം നിറച്ച് അതിനകത്ത് 2 ബോട്ട് ഇറക്കി ഫൈറ്റ് ചെയ്യുക. എങ്ങാനും വെള്ളത്തിൽ വീണ ഷാർക്ക് വന്ന് കൊണ്ടുപോകും. ഓരോരോ മത്സരങ്ങളെ വെറുതെ അല്ല അക്കീഷ്യസ് പറഞ്ഞ് 3ാമത്തെ ഗെയിമിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെ 2 ബോട്ടും കൂടെ ഫൈറ്റ് തുടങ്ങി. ഇവന്മാരുടെ കപ്പലിലാണെങ്കിൽ ആർച്ചേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടെ അമ്പ് ചെയ്ത് ലൂസിയസിന്റെ ബോട്ടിലെ കുറേ പേരെ കൊല്ലുന്നുണ്ട്. അതും തീ കൊണ്ടുള്ള അമ്പ്. കൊല്ലാന്ന് മാത്രമല്ല, കുറേ എണ്ണത്തിനെ വെള്ളത്തിലോട്ടും വീഴ്ത്തുന്നുണ്ട്. വീണതേ അവർക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഷാർക്ക് വരുന്നു, അവരെ അങ്ങ് കൊണ്ടുപോകുന്നു. ഇതൊക്കെ കണ്ട ലൂസിയസ് പിന്നെ വെറുതെ ഇരിക്കുമോ? അവൻ്റെ ബോട്ട് കൊണ്ട് ഇവരുടെ ബോട്ടിൻ്റെ സൈഡിലോട്ട് അങ്ങ് ഇടിപ്പിക്കുകയാണ് അവൻ. അതുവഴി മറ്റേ തുഴയുന്ന വടിയുണ്ടല്ലോ, അതങ്ങ് ഇല്ലാണ്ടാക്കുന്നു. ശേഷം പിന്നെയും ബോട്ട് കൊണ്ട് അവരുടെ സെൻട്രൽ ഭാഗത്തോട്ട് അങ്ങ് ഇടിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ഒക്കെ കൂടെ അവരുടെ ബോട്ടിലോട്ട് കയറി കുറേ എണ്ണത്തിനെ കൊല്ലുന്നുണ്ട്. അത് മാത്രമല്ല, കുറേ എണ്ണം വെള്ളത്തിലോട്ടും വീഴുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ലൂസിയസിനാണെങ്കിൽ നല്ലൊരു ഉഗ്രൻ ചാൻസും കിട്ടുന്നുണ്ട്. അതും അക്കീഷ്യസിനെ കൊല്ലാനുള്ള ചാൻസ്. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല, അമ്പെടുക്കുന്നു, അങ്ങ് വിടുന്നു. പക്ഷെ കഷ്ടകാലത്തിന് ഉന്നം തെറ്റി. അതുകൊണ്ട് മാത്രം അക്കീഷ്യസ് രക്ഷപ്പെട്ടു. ഇതൊക്കെ കണ്ടപാട് രാജാക്കന്മാരും ലുസീലയും അക്കീഷ്യസും ഒക്കെ കൂടെ അകത്തോട്ട് പോകുന്നുണ്ട്. ഇനി ഇവിടെ ഇരിക്കൽ അത്ര സേഫ് അല്ലല്ലോ. അങ്ങനെ പിന്നെയും ലൂസിയസും ടീമും ജയിച്ചിരിക്കേ. ഈ സമയത്ത് വിഗോ വന്നിട്ട് ആരാണ് അമ്പ് വിട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടേക്ക് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ആണെങ്കിൽ അത് ഞാനാന്നും പറഞ്ഞിട്ട് അങ്ങ് ഏറ്റെടുക്കുന്നു. ലൂസിയസ് ഉള്ളതുകൊണ്ടാണ് അവർ അത്രയും വലിയൊരു മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത്. സോ നന്ദി കാണിച്ചല്ലേ പറ്റുള്ളൂ. ഇതേ സമയം നമ്മളുടെ ലുസീലയുടെ ജോലിക്കാരി അക്കീഷ്യസും ലുസീലയും സംസാരിക്കുന്നത് കേട്ട് ലൂസിയസിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ത്രാക്സിന് കൈമാറുന്നു. പക്ഷെ ത്രാക്സ് നല്ലൊരു മനുഷ്യനാ, ആരോടൊന്നും പറയത്തൊന്നുമില്ല. ആ ഒരു കറക്റ്റ് സമയത്താണ് അവന്റെ വീട്ടിലോട്ട് മാക്രിനസ് വരുന്നത്. അതും അവന്റെ വീട് പിടിച്ചെടുക്കാനായിട്ട്. മാക്രിനസിന്റെ കയ്യിൽ നിന്ന് ത്രാക്സ് ആണെങ്കിൽ കണ്ടമാനം കടം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. സോ വീട് മാക്രിനസിന്റെ പേരിലാക്കാനാണ് അവൻ വന്നിട്ടുള്ളത്. മാക്രിനസ്, എൻ്റെ വീട് നീ എടുക്കരുത്, പകരം എന്ത് വേണേലും ചോദിച്ചോ, ഞാൻ തരാം. ത്രാക്സ്, നീ അറിയാണ്ട് ഈ നാട്ടിലൊന്നും നടക്കില്ല. നിന്റെ കയ്യിൽ വല്ല ന്യൂസും ഉണ്ടെങ്കിൽ നീ അത് താ. ഇത് കേട്ടേക്ക് ത്രാക്സ് ആണെങ്കിൽ രാജാക്കന്മാർക്കെതിരെ ലുസീലയും അക്കീഷ്യസും നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. അതുമാത്രമല്ല, ലൂസിയസിനെ ചാടിക്കാനായിട്ട് പ്ലാൻ ചെയ്ത കാര്യവും അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അങ്ങേർക്ക് ആ വീടൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ കേട്ട കാര്യങ്ങളൊക്കെ മാക്രിനസ് രാജാക്കന്മാർക്ക് ഒറ്റിക്കൊടുക്കുന്നു. ഇതിനെ തുടർന്ന് അക്കീഷ്യസ് ലൂസിയസിനെ രക്ഷിക്കാൻ പോകുന്ന സമയത്ത് അവൻ്റെ കൂടെയുള്ള ആൾക്കാരെയും കൊന്ന് അവനെ പിടിച്ചു വെക്കുന്നു. അവനെ മാത്രമല്ല പിടിക്കുന്നത്, ലുസീലിനെയും പിടിക്കുന്നുണ്ട്. രാജാക്കന്മാരാണെങ്കിൽ വൻ വിഷയാക്കിക്കൊണ്ടിരിക്കുകയെ. ഇതേ സമയം നല്ല പിള്ള ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാക്രിനസും ത്രാക്സും. മാക്രിനസ് ആണല്ലോ രാജാക്കന്മാർ കുറ്റി കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവൻ പറയുന്ന സമയത്ത് ത്രാക്സിനും ഒരു ചാൻസ് കൊടുത്തു. അതുകൊണ്ട് തന്നെ 2 എണ്ണവും രാജാക്കന്മാരുടെ ട്രസ്റ്റ് ഏൺ ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് ഗേറ്റയാണെങ്കിൽ അക്കീഷ്യസിനെ കുറെ ചീത്ത പറയുന്നുണ്ട്. ഇത് കേട്ടേക്ക് അക്കീഷ്യസ് അങ്ങ് എതിർക്കുന്നു.
പിന്നെ അവർ വെറുതെ ഇരിക്കോ? കാരിക്കാലെ വാളും പിടിച്ചിട്ട് അങ്ങ് വരുന്നുണ്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഒരു വിധത്തിൽ ഗേറ്റ അവനെ പിടിച്ചു വെക്കുന്നു. കാരണം ഒരു ജനറലിനെ കൊല്ലുന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് വേണം നടത്താൻ. അങ്ങനെ ഈ സമയത്ത് മാക്രിനസ് പറഞ്ഞ അനുസരിച്ച് ഗേറ്റ ഒരു തീരുമാനം എടുക്കുന്നു. അക്കേഷ്യസിനെ കൊളാസിയത്തിൽ ഇറക്കി മത്സരിപ്പിക്കാൻ. സാധാരണ ചെയ്യുന്ന പോലെ തൂക്കിക്കൊന്നാൽ മതിയായിരുന്നു. പക്ഷേ അക്കീഷ്യസ് നാട്ടുകാരുടെ മുന്നിൽ ഒരു ഹീറോയാണ്. സോ ചുമ്മാ കൊന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ചിലപ്പോൾ പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളുടെ മാക്രിനസ് എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ് നടത്തുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൂസിയസും രാവിയും കൂടെ സംസാരിക്കുന്നത്. ആ ടൈമിൽ മുൻ ഗ്ലാഡിയേറ്റേഴ്സിന്റെ പേരുകളൊക്കെ കൊത്തിവെച്ച ചുവരിലോട്ട് ലൂസിയസ് ഒന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ മാക്സിമസിന്റെ പേര് മാത്രം ചുരണ്ടിയെടുത്തിരിക്കുന്നു. ഇതാരുടെ പേരാ? മാക്സിമസ്. ഞാനൊക്കെ അറീനയിൽ കയറുന്നതിന് മുമ്പാ അങ്ങേരുണ്ടായിരുന്നത്. അങ്ങേരെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. നീ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടുണ്ട്. ആരുടെ മുമ്പിലും അയാൾ മുട്ടുകുത്താറില്ല. ഇതൊക്കെ കേട്ടേക്ക് രാവിയാണെങ്കിൽ ഒരു സീക്രട്ട് റൂമിലോട്ട് അവനെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയാണ് റെബൽ ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെയുണ്ട് നമ്മളുടെ മാക്സിമസിൻ്റെ പടവാളും ഷീൽഡും ഡ്രസ്സൊക്കെ. അതൊക്കെ കണ്ടപാട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് ലൂസിയസിന്. അങ്ങനെ വീണ്ടും മത്സരം തുടങ്ങി. അക്കേഷ്യസിനെ കൊളാസിയത്തിൽ ഹാജരാക്കി. നാട്ടുകാരാണെങ്കിൽ അക്കേഷ്യസിൻ്റെ പേരിൽ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കെ, രാജാക്കന്മാരാണെങ്കിലോ സെക്യൂരിറ്റിയൊക്കെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അക്കേഷ്യസിനെയാണ് മത്സരിക്കാൻ ഇറക്കിയിട്ടുള്ളത്. നാട്ടുകാരെപ്പോൾ വേണേലും വൈലൻ്റ് ആവാം. പിന്നെ പോരാത്തതിന് ലുസീലയെ ചെയിൻ ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ അക്കേഷ്യസിനെ നേരിടാൻ കുറേ ഭടന്മാർ വരുന്നു. അവരെയൊക്കെ പുഷ്പം പോലെ കൊല്ലുന്നുണ്ട് അക്കേഷ്യസ്. എന്നാൽ രണ്ടാമത്തെ റൗണ്ടിന് വരുന്നത് വേറെ ആരുമല്ല, ലൂസിയസാണ്. ഇത് കണ്ടേക്ക് ലുസീലയാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ട്. വേണ്ട വേണ്ടാന്ന് 1000 തവണ ഗേറ്റയോട് പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ലൂസിയസ് ആണെങ്കിൽ ഇവനെ കൊല്ലാനായിട്ട് ഓടി വരുന്നു. അപ്പം തന്നെ വെയിറ്റ് ചെയ്യുന്നൊക്കെ അക്കീഷ്യസ് പറയുന്നുണ്ട്. അക്കീഷ്യസിനെ കൊല്ലാൻ ലൂസിയസും ലൂസിയസിനെ കൊല്ലാതിരിക്കാൻ അക്കീഷ്യസും. അങ്ങനെ ഇവർ തമ്മിൽ വൻ ഫൈറ്റ് നടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഫൈറ്റിന് അവസാനം അക്കീഷ്യസ് മനഃപൂർവ്വം മുട്ടുകുത്തി സറണ്ടർ ആവുന്നു. ഒരു കാര്യമില്ലാണ്ട്. ലൂസിയസ്, നീ ആരാണെന്ന് എനിക്കറിയാം. നിൻ്റെ അമ്മേനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ നിൻ്റെ അച്ഛൻ മാക്സിമസിന് വേണ്ടി ഞാൻ മരിക്കുകയും ചെയ്യും. ഇതൊക്കെ കേട്ടേക്ക് ലൂസിയസ് അവൻ്റെ പക അങ്ങ് മറക്കുന്നു. കാരണം അവന് മനസ്സിലായി എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. പക്ഷെ ഗേറ്റയാണെങ്കിൽ എന്നോട് ദൈവം സംസാരിച്ചു എന്നും പറഞ്ഞ് അക്കീഷ്യസിനെ അങ്ങ് കൊല്ലാൻ പറയുന്നു. ലൂസിയസ് കൊല്ലില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. സോ അവിടെ ഉണ്ടായിരുന്ന ആർച്ചേഴ്സിനെ കൊണ്ട് അങ്ങ് കൊല്ലുകയാണ് അക്കീഷ്യസിനെ. ഇത് കണ്ടേക്ക് നാട്ടുകാരാണെങ്കിൽ മിണ്ടാതിരിക്കുന്നുണ്ട്. അത്രയും ഷോക്കായിട്ടാണ് അവരിയ്ക്കുന്നത്. അവർ മാത്രമല്ല, ലുസീലയും. ഈ സമയത്ത് ലൂസിയസ് ജനങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ റോം അവരുടെ ഹീറോസിനെ ട്രീറ്റ് ചെയ്യുന്നത്? ഹീറോസിനെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാട്ടുകാരായ നിങ്ങളെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്? ഇത് കേട്ടേക്ക് നാട്ടുകാരാണെങ്കിൽ മൊത്തത്തിൽ ഇളകിയിരിക്കുക. അതുമാത്രമല്ല, ലൂസിയസിനെ സെക്യൂരിറ്റി ടീം അകത്തോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ലൂസിയസിനെ മാക്രിനസ് കാണാൻ വരുന്നു. ലൂസിയസ്, നിന്റെ പക തീർക്കാനായിട്ട് അക്കീഷ്യസിനെ ഞാനായിട്ട് അകത്ത് കയറ്റി തന്നു. എന്നിട്ട് നീ അവനെ കൊന്നില്ല. എന്തുകൊണ്ട്? ഞാനൊരു ഗ്ലാഡിയേറ്ററാണ്, അല്ലാണ്ട് നിങ്ങളുടെ അടിമയല്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ലൂസിയസ്, നിന്റെ നീല കണ്ണുകൾ കണ്ടാലറിയാം നീ ഒരു റോമനാണെന്ന്. പിന്നെ നീയൊക്കെ കൂടെ ഉണ്ടാക്കാൻ നോക്കുന്ന നിന്റെ മുത്തശ്ശൻ്റെ ഡ്രീം ഉണ്ടല്ലോ, അതൊരു ഫാൻറ്റസി മാത്രമാണ്. ഇത് കേട്ടേക്ക് ലൂസിയസ് ഒന്ന് പതറുന്നുണ്ട്. കാരണം ഒരു റോമനായ മാക്രിനസ് ഇത്രയും നല്ലവനായി കളിച്ച് ഇപ്പോൾ ഒരു വില്ലനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങേര് ഒരു റോമനല്ല. ഒരു റോമൻ പേര് പൈസ കൊടുത്ത് വാങ്ങി വേറെന്തോ ലക്ഷ്യമായിട്ട് നടക്കുന്ന ആളാണ്. ലൂസിയസ്, എനിക്കൊരു ഡെസ്റ്റിനി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ദൈവം തന്നതാ എനിക്ക് നിന്നെ വെച്ച് പല കളികളും ഞാൻ കളിക്കും. ഇത് കേട്ടേക്ക് ലൂസിയസ് പറയാണ്, അതിന് നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇതേ സമയം ജനങ്ങളാണെങ്കിൽ ആകെ വിഷയാക്കിക്കൊണ്ടിരിക്കുക. നാട് മൊത്തം കുട്ടിച്ചോറായിട്ടുണ്ട്. 2 രാജാക്കന്മാരും പേടിച്ചൊരു വിധമായിട്ടിരിക്കുക. അവരുടെ കൂടെയാണെങ്കിൽ മാക്രിനസും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാറക്കാലയുടെ പെറ്റായ കുരങ്ങൻ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. ഈ ഒരു ടെൻഷൻ്റെ ഇടയിൽ ഗേറ്റൊക്കെ ആണെങ്കിൽ അതൊക്കെ കേട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. സോ കുടിക്കുന്ന മദ്യം എടുക്കുന്നു, കാറക്കാലയുടെയും കുരങ്ങൻ്റെയും മുഖത്തോട്ടൊഴിക്കുന്നു. പക്ഷേ ഗേറ്റൊക്കെ ആണെങ്കിൽ ഒഴിച്ചതിൻ്റെ ശേഷം വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ബ്രദറും പറ്റുമല്ലേ. അങ്ങനെ കാറക്കാലനെ ഞാൻ സമാധാനിപ്പിച്ചോളാമെന്നും പറഞ്ഞ് മാക്രിനസ് പോകുന്നുണ്ട്. പക്ഷേ അത് സമാധാനിപ്പിക്കാനായിരുന്നില്ല. അവിടെ ചെന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് മാക്രിനസ്. ഈ ബ്രദേഴ്സിൻ്റെ ഇടയിൽ നടന്ന ഈ ഒരു ചെറിയ കാര്യം വെച്ച് അങ്ങ് ആളി കത്തിക്കുന്നുണ്ട് മാക്രിനസ്. ഇതിനെ തുടർന്ന് കാറക്കാല ഗേറ്റയെ കൊല്ലാൻ വരുന്നു. എന്നാൽ ഗേറ്റയാണെങ്കിൽ പലതും പറഞ്ഞവനെ പിന്തിരിപ്പിക്കുന്നുണ്ട്. പക്ഷെ മാക്രിനസ് വിട്ടുകൊടുക്കുമോ? ഒരിക്കലുമില്ല. കാറക്കാലയുടെ കയ്യും പിടിച്ച് ഗേറ്റയുടെ കഴുത്തങ്ങ് അറക്കുന്നുണ്ട്. സോ ഗേറ്റ മരിച്ചു. ഇതേ സമയം ലൂസിയസിനെയും ലുസീലിനെയും ഒരു സെല്ലിലോട്ട് മാറ്റുന്നുണ്ട്. അവിടെ വെച്ച് അവളുടെ മോതിരം അവൾ ലൂസിയസിന് കൈമാറുന്നു. ഈ മോതിരം എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനായ മാക്സിമസിന് കൊടുത്തതാണ്. ഞാനത് അക്കീഷ്യസിന് കൈമാറി. ഇപ്പം ഞാൻ നിനക്കും.
ഇത് കേട്ടേക്ക് എല്ലാം മറന്ന് ആ മോതിരം അങ്ങ് സ്വീകരിക്കുന്നുണ്ട് അവൻ. ലൂസിയസ്, അക്കീഷസിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവൻ്റെ ആർമി മുഴുവൻ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ നാടിനു വേണ്ടി ജീവിച്ച് മരിച്ചവരാ അക്കീഷസും മാക്സിമസും എൻ്റെ അച്ഛൻ മാർക്കസും. അവരുടെ പ്ലാൻ നടപ്പിലാക്കണം. ഇതും പറഞ്ഞ് ലുസീല പോകുന്നു. ഇതേ സമയം കാറക്കാലയാണെങ്കിൽ അവനക്ക് വേണ്ടിയിട്ട് 2 കോൺസിലിനെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോൺസില് അവൻ്റെ പെറ്റായ കുരങ്ങനാ. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിയിരിക്കേ. പിന്നെ രണ്ടാമത്തെ കോൺസില് അത് വേറെ ആരുമല്ല, മാക്രനസാ. അങ്ങനെ മാക്രനസ് വരുന്നു, ഗേറ്റയുടെ തലയും കാണിച്ചൊരു സ്പീച്ച് അങ്ങ് നടത്തുന്നു. ഇതൊക്കെ കണ്ട് പേടിച്ചു വിറച്ചിരിക്കേ എല്ലാ മന്ത്രിമാരും. അങ്ങനെ കാറക്കാല പറയാണ്, ഈ ഒരു സന്തോഷത്തിൽ കുറേ ഗെയിംസ് ഉണ്ടാവും, പരേഡ് ഉണ്ടാവും, അത് കൂടാതെ മാസ് എക്സിക്യൂഷൻസും. അങ്ങനെ മാക്രനസ് ലുസീലയെ കാണാൻ പോകുന്നു. ലുസീല, ഈ റോം തകർന്നടിയണം. നിന്റെ അച്ഛൻ്റെ മറ്റേ ഡ്രീം ഉണ്ടല്ലോ, അതൊരു ഫിക്ഷൻ മാത്രമാണ്. 2 രാജാക്കന്മാരെയും തീർത്ത രാജ്യം കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും എന്നും പറഞ്ഞ് അവൻ്റെ നെഞ്ചിലെ ഒരു മാർക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അതും ലുസീലയുടെ അച്ഛൻ കുത്തിയ മാർക്ക്. അടിമകളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു മാർക്ക് കുത്തുമല്ലോ, അതേ സെയിം മാർക്ക്. ലുസീല, നാളെ ഇവിടെ ഗെയിംസ് ഉണ്ടാവും, അവിടെ വെച്ച് നിന്നെ കൂടെ കൊന്നു കഴിഞ്ഞാൽ ഈ ത്രോൺ എനിക്ക് സ്വന്തം. ഇതും പറഞ്ഞ് അങ്ങേര് പോകുന്നു. ഇതേ സമയം ജയിലിൽ വെച്ച് ലൂസിയസ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അവൻ രാവിയെ വിളിച്ച ആ മോതിരം അങ്ങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ മോതിരം എത്രയും പെട്ടെന്ന് ജനറൽ സെക്സ്റ്റസിന്റെ അടുത്തോട്ട് എത്തിക്കണം. അവന്റെ കമാൻഡിലുള്ള ആർമീസാ അക്കേഷ്യസിന്റെ ആർമി. ഇത് കൊടുത്തിട്ട് ഞാൻ എന്താ പറയേണ്ടത്? റോമിന്റെ രാജകുമാരനായ ലൂസിയസ് വേറസ് ഒറേലിയസ് എന്ന ഞാൻ തിരിച്ചെത്തിയെന്ന്. അത് മാത്രമല്ല, ഞാൻ ആർമിയെ ഡിഫൻസിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ഇതും പറഞ്ഞ് രാവിയുടെ കയ്യിൽ നിന്ന് സെല്ലിന്റെ കീസ് വാങ്ങുന്നു. രാവിയാണെങ്കിലോ അവൻ പറഞ്ഞതനുസരിച്ച് ആർമിയുടെ അടുത്തെത്തുന്നു, മെസ്സേജ് പാസ് ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി ഗെയിം ഷോയുടെ ഇടയിൽ വെച്ച് ലുസീലയെ കൊല്ലാനാണ് മാക്രനസിന്റെ കാറക്കാലയുടെയും പ്ലാൻ. ഈ സമയത്ത് മാക്രനസിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല, ലുസീലയെ കൊന്നു കഴിഞ്ഞാൽ ജനങ്ങളത് പ്രശ്നമാക്കില്ലേ? ഇവിടെ ഇപ്പോൾ ലുസീലയെ കൊല്ലാൻ പോകുന്നത് കാറക്കാലയാണ്. ആ കാറക്കാലയുടെ തല ഞാൻ ജനങ്ങൾക്ക് കൊടുത്താൽ അവർ പിന്നെ ഹാപ്പിയല്ലേ? ഇതിൻ്റെ പേരാണ് പൊളിറ്റിക്സ്. ഇതേ സമയം വിഗോയാണെങ്കിൽ ഗെയിം ഷോയിലോട്ട് വിളിക്കാൻ വരുന്നുണ്ട് ലൂസിയസിനെ. പക്ഷെ ലൂസിയസിന്റെ കയ്യിൽ ഓൾറെഡി സെല്ലിന്റെ കീസ് ഉണ്ട്. അത് വെച്ച് എല്ലാത്തിനും തുറന്ന് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഇവനും ബാക്കിയുള്ള ടീംസും കൂടെ വിഗോയൻ ടീംസിനെയും തീർക്കുന്നു. ശേഷം ലൂസിയസ് പോയിട്ട് മാക്സിമസിന്റെ വാളും ഷീൽഡൊക്കെ അങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഇട്ട് അവന്റെ കൂടെയുള്ളവർക്ക് നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ചും അങ്ങ് കൊടുക്കുന്നു. ശേഷം ഇവന്റെ ടീംസിനെ മൊത്തം അറീനയിലോട്ട് ഇറങ്ങുന്ന ഗേറ്റിന്റെ ഫ്രണ്ടിലായിട്ട് നിർത്തുന്നു. ഇനി ഗെയിം എന്താന്ന് പറയാം. ലുസീലേനെ പിന്നെ ലുസീലേനെ സപ്പോർട്ട് ചെയ്യുന്ന മന്ത്രിമാരെയും അറീനയുടെ സെൻട്രലായിട്ട് പിടിച്ചു വെക്കും. അവിടുന്ന് അവരെ രക്ഷിക്കുക. ഇതാണ് ഗെയിം. അങ്ങനെ ലൂസിയസ് അകത്ത് കയറി. രാജാവിന്റെ ആർമിയാണെങ്കിൽ കുറേ പേരുണ്ട്. പക്ഷെ ലൂസിയസ് അവന്റെ വാളങ്ങ് ഉയർത്തുന്നു. ഇത് കണ്ടേക്ക് അറീനയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇവന്റെ ടീംസ് മൊത്തം അങ്ങ് അകത്ത് കയറുന്നു. ഗംഭീര ഫൈറ്റും നടത്തുന്നു. ഈ ഒരു സംഭവം മാക്രനസ് തീരെ പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല, റോമിന്റെ ഗേറ്റിലായിട്ട് എത്തിയിട്ടുണ്ട് അക്കീഷ്യസിന്റെ ആർമി. ഇതറിഞ്ഞപാട് 6000-ഓളം വരുന്ന ആർമിയെ കൊണ്ട് അവരെ ബ്ലോക്ക് ചെയ്യാൻ പറയുന്നു. അത് മാത്രമല്ല, അറീനയിലോട്ട് പിന്നെയും കുറേ എണ്ണത്തിനെ കയറ്റുന്നുണ്ട്. സോ ഓരോരുത്തരെ കൊല്ലുമ്പോൾ ഓരോരുത്തരായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങളാണെങ്കിൽ ആകെ വൈലന്റാ. അവരെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ ആൾക്കാർ. ചുരുക്കി പറഞ്ഞ പ്ലാൻസ് മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ് മാക്രനസ്. പക്ഷേ അവൻ വിട്ടുകൊടുത്തില്ല. നൈസായിട്ട് നമ്മളുടെ കാറക്കാലനെ പ്ലാൻ അനുസരിച്ചിട്ട് അങ്ങ് കൊല്ലുന്നു. ഇതേ സമയം ലൂസിയസ് ആണെങ്കിൽ അമ്മയെ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടില്ല. ആ ഒരു കറക്റ്റ് സമയത്ത് അവളുടെ നെഞ്ചിലോട്ടങ്ങ് അമ്പിയാണ് മാക്രനസ്. സോ അമ്മ മരിച്ചു. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കുകയാണ് ലൂസിയസ്. അങ്ങനെ മാക്രനസ് കുതിരപ്പുറത്ത് പോകുന്നു. അവന്റെ പിന്നാലെ ലൂസിയസും. ഇതേ സമയം 2 ആർമികളും യുദ്ധത്തിന് വേണ്ടിയിട്ടിരിക്കുക. അവരുടെ ഇടയിലോട്ടാണ് മാക്രനസും ലൂസിയസും എത്തുന്നത്. അവിടെ വെച്ച് ലൂസിയസ് അവന്റെ ഫുൾ നെയിം അങ്ങ് പറയുന്നു, ലൂസിയസ് വേറസ് ഒറേലിയസ്. ഇത് കേട്ടേക്ക് മാക്രനസിന്റെ കൂടെ നിൽക്കുന്ന ആർമിക്ക് മനസ്സിലായി ഇവൻ മാക്സിമസിന്റെ മകനാണ്. സോ അവരെതിർക്കുന്നില്ല. ചുരുക്കി പറഞ്ഞ ഫൈറ്റ് മാക്രനസും ലൂസിയസും തമ്മിലാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഗംഭീര ഫൈറ്റ് നടക്കുന്നുണ്ട്. ലൂസിയസിന് കുറേ കിട്ടുന്നു. അതുമാത്രമല്ല, ലൂസിയസിനെ വെള്ളത്തിലോട്ടിട്ട് നെഞ്ചിലോട്ട് വാള് കുത്തിയിറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക മാക്രനസ്. പക്ഷെ ഇവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാക്സിമസിന്റെ ഡ്രസ്സാണ്. അതിനാണെങ്കിൽ ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ട് തന്നെ വാള് കയറുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, ലൂസിയസ് എഴുന്നേറ്റ് വരുന്നു, അങ്ങ് പോരാടുന്നു. മാക്രനസിന്റെ കയ്യും വെട്ടി അവന്റെ വയറ്റിലോട്ട് അങ്ങ് കുത്തി ഇറക്കുന്നുണ്ട്. സോ മാക്രനസ് മരിച്ചു. അങ്ങനെ ലൂസിയസ് വരുന്നു, 2 ആർമികളോട് സംസാരിക്കുന്നു. എൻ്റെ മുത്തശ്ശൻ്റെ സ്വപ്നം എല്ലാവരും മറന്നു. ഈ റോം എല്ലാവർക്കുള്ള വീടായിട്ട് മാറണം. റെഫ്യൂജികൾക്ക് വരെ ഇവിടെ ചാൻസ് കൊടുക്കണം. ഈ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛനും മുത്തശ്ശനും എല്ലാവരും മരിച്ച്. മതി ഈ ചോരക്കളി. അവരുടെ സ്വപ്നം നമുക്ക് റീബിൽഡ് ചെയ്യാം. ഇത് കേട്ടേക്ക് ആർമീസ് മൊത്തം അവൻ്റെ കൂടെ അങ്ങ് നിൽക്കുന്നു. സോ റോമിന് പുതിയ രാജാവിനെ കിട്ടി. അങ്ങനെ ലൂസിയസ് അവൻ്റെ അച്ഛനെ മനസ്സിൽ വിചാരിച്ച് അറീനയിലെ മണ്ണ് പിടിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞേ മറക്കണ്ട, ഗ്ലാഡിയേറ്റർ 1ന്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.